ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി. ഇനി 6 മാസം കൊണ്ട് SSLC+2 കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും UG PG എന്നീ കോഴ്സുകൾ ചെയ്യാം. കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റൻസ് ലേണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിക്കൊപ്പം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ 2025 ഈ ഡിസംബർ ബാച്ചിൽ എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന കുട്ടികളോട് അസൈൻമെന്റ് സബ്മിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റി നിർദ്ദേശിച്ചിരുന്നു. പല സ്ഥലങ്ങളിലും അസൈൻമെന്റ് സബ്മിഷന്റെ ഡേറ്റ് പറഞ്ഞത് സെപ്റ്റംബർ 30 പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സെപ്റ്റംബർ 30 ലാസ്റ്റ് ഡേറ്റ്. അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ എല്ലാവരും അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യണം എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ തന്നെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ കറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് ജൂലൈ സെഷന്റെ അല്ലെങ്കിൽ ഡിസംബർ സെഷന്റെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ വന്ന സമയത്ത് അപ്ഡേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ വന്നപ്പം പല സ്റ്റുഡൻസും ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങളുടെ അസൈൻമെന്റ് ഫോർമാറ്റിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഒക്ടോബർ 15, ഒക്ടോബർ 30 എന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് ഡേറ്റ് കാണിക്കുന്നതായി പറഞ്ഞു. ആൻഡ് പല നാഷണൽ വീഡിയോസിലെല്ലാം അങ്ങനെ കാണിക്കുന്നതായിട്ട് പല സ്റ്റുഡൻസ് നമ്മളോട് പറഞ്ഞിരുന്നു. അപ്പം അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കിയപ്പോഴാണ് നിലവിൽ ഇപ്പം യൂണിവേഴ്സിറ്റി ഡിക്ലെയർ ചെയ്തിട്ടുള്ള ഡേറ്റ് സെപ്റ്റംബർ 30 തന്നെയാണ്. അതിലൊരു മാറ്റവും ഇല്ല. പക്ഷേ ദർ ആർ ഹൈ ചാൻസസ് ടു ഇത് മാറ്റാൻ വേണ്ടി, ഇത് റീഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് സാധ്യതകളുണ്ട്. അപ്പം ഒക്ടോബർ 15 അല്ലെങ്കിൽ ഒക്ടോബർ 30 ഒക്കെ നിങ്ങൾക്ക് അസൈൻമെന്റിന്റെ ലാസ്റ്റ് ഡേറ്റ് മുന്നോട്ട് പോകാം എന്നുള്ളതാണ് ഇപ്പം നിലവിൽ പറയുന്നത്. അപ്പോൾ ഒരുപാട് യൂട്യൂബിൽ തന്നെ മറ്റൊരുപാട് ചാനൽസിലും അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതിന്റെ ഏറ്റവും വലിയൊരു കാരണം അല്ലെങ്കിൽ റീസൺ എന്ന് പറയുന്നത് നിങ്ങളുടെ സ്റ്റഡി സെന്ററുകൾ, അതായത് അസൈൻമെന്റുകൾ സ്വീകരിക്കുന്നത് സ്റ്റഡി സെന്ററുകളിലാണല്ലോ. ഈ സ്റ്റഡി സെന്ററുകളിൽ പല റീജിയണൽ സെന്ററിന് കീഴിലുള്ള സ്റ്റഡി സെന്ററുകളിൽ പലതും നേരിട്ട് സ്റ്റുഡൻസ് വിളിച്ച് ചോദിക്കുന്ന സമയത്ത് ഇതുപോലെ ഒക്ടോബർ 15, ഒക്ടോബർ 30 എന്നുള്ള തീയതികൾ പറഞ്ഞതായിട്ട് അറിയാൻ കഴിയുന്നു. ആൻഡ് അതിനനുസരിച്ചാണ് ഈ പറഞ്ഞ ഡേറ്റുകളിലേക്കൊക്കെ മാറാം എന്നുള്ള വീഡിയോസ് നിങ്ങൾ കാണാൻ കഴിയുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അസൈൻമെന്റ് എഴുതി പൂർത്തിയായെങ്കിൽ നിങ്ങൾക്ക് ഈ സെപ്റ്റംബർ 30 തന്നെ കൊണ്ടുപോയിട്ട് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അതാണ് ഏറ്റവും സേഫസ്റ്റ് സോൺ. കാരണം നമുക്ക് ആ ലാസ്റ്റ് ഡേറ്റിന്റെ ഉള്ളിൽ തന്നെ നമ്മൾ കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്തു എന്നുള്ളതാണ്. പിന്നെ നമുക്ക് പരീക്ഷയ്ക്ക് പഠിക്കാൻ ഒരുപാട് സമയമുണ്ട്. ഇനിയില്ല, നിങ്ങളുടെ അസൈൻമെന്റ് എഴുതി പൂർത്തിയായില്ല എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളുടെ സ്റ്റഡി സെന്ററിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. ഒന്നില്ലെങ്കിൽ നേരിട്ട് അവിടെ പോയി അന്വേഷിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോൺ കോൾ മുഖേന അവരോട് ചോദിക്കാം എന്നാണ് ലാസ്റ്റ് ഡേറ്റ് എന്നുള്ളത്, എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധ്യതയുണ്ടോ എന്നുള്ളത്. അതിനനുസരിച്ച് വേണം നിങ്ങൾ ഈ അസൈൻമെന്റ് സബ്മിഷൻ കറക്റ്റ് ലാസ്റ്റ് ഡേറ്റ് എന്തൊക്കെയാണെന്നുള്ളത് അറിഞ്ഞിരിക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ സ്റ്റഡി സെന്ററുകളിൽ നിന്നും നിങ്ങളോട് എല്ലാ പ്രാവശ്യവും പറയുന്ന ഒരു കാര്യമാണ്, ഈ അസൈൻമെന്റ് സബ്മിഷനിൽ ലാസ്റ്റ് ഡേറ്റ് വരെ കാത്തു നിൽക്കരുത്. കുറച്ച് ദിവസം മുന്നേ തന്നെ, ഒരു 4-5 ദിവസം മുന്നേ നിങ്ങൾ കൊണ്ടുവന്ന് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളത്. കാരണം എന്തെങ്കിലും നിങ്ങൾക്ക് അവിടെ എത്തിപ്പെടാനുള്ള സാഹചര്യങ്ങൾ വൈകിയാലോ അല്ലെങ്കിൽ മഴ കാരണമോ ഒക്കെ നിങ്ങൾക്ക് എത്തിപ്പെടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ആ ലാസ്റ്റ് ഡേറ്റിന്റെ ഉള്ളിൽ സബ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നീട് പ്രശ്നമാവും. അപ്പൊ അതുകൊണ്ടാണ് എല്ലാ സ്റ്റഡി സെന്ററുകളും പറയുന്നത് ഒരു 4-5 ദിവസം മുന്നേ കൊണ്ടുവയ്ക്കൂ എന്നുള്ളത് പറയുന്നത്. അവർ അങ്ങനെയാണ് ഡിമാൻഡ് ചെയ്യുന്നതും എപ്പോഴും. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ അസൈൻമെന്റ് എഴുതി കഴിഞ്ഞ കുട്ടികൾ പെട്ടെന്ന് തന്നെ ഈ പറഞ്ഞ സെപ്റ്റംബർ 30, ഇനിയിപ്പോൾ നിങ്ങൾക്ക് 5 ദിവസം കൂടിയേ ഉള്ളൂ, ആ ദിവസങ്ങളിലുള്ളിൽ തന്നെ നിങ്ങളുടെ സ്റ്റഡി സെന്ററിൽ കൊണ്ടുപോയിട്ട് സബ്മിറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ അവരെ വിളിച്ചോ അല്ലെങ്കിൽ നേരിട്ട് പോയോ കോൺടാക്ട് ചെയ്ത് എന്ന് വരെ ലാസ്റ്റ് ഡേറ്റ് ഉണ്ട് എന്നുള്ളത് ചോദിച്ച് അതിനനുസരിച്ച് നിങ്ങൾ അസൈൻമെന്റ് എഴുതി പൂർത്തിയാക്കുക. പിന്നെ നമ്മൾ ഓൾറെഡി അസൈൻമെന്റ് എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ വീഡിയോ ചെയ്തിരുന്നു. വളരെ ശ്രദ്ധിക്കണം. അപ്ഡേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് മാത്രം നിങ്ങൾ ഉത്തരം എഴുതുക. ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും. അതിന് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഉത്തരം എഴുതുക. നിങ്ങൾ ഏത് ബാച്ചിൽ അഡ്മിഷൻ എടുത്തോ ആ ബാച്ചിന്റെ ക്വസ്റ്റ്യൻസ് അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുണ്ടാകും. അതിന് നിങ്ങൾ ഉത്തരം എഴുതുക. പിന്നെ ഉത്തരം എഴുതുന്ന സമയത്ത് ഈ പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പാരഗ്രാഫ് ആക്കിയിട്ട് എഴുതാൻ ശ്രമിക്കുക, നീറ്റായിട്ട് എഴുതാൻ ശ്രമിക്കുക. ഉപയോഗിക്കുന്നത് ഒരു പേജ് മാർജിൻ എല്ലാം ഇട്ടിട്ട് വളരെ ഭംഗിയായിട്ട് എഴുതുമ്പോഴാണ് നമുക്ക് അസൈൻമെന്റിന് നല്ല മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പം അതുകൊണ്ട് അതെല്ലാം പ്രത്യേകം ശ്രദ്ധിച്ചുമാണ് നിങ്ങൾ അസൈൻമെന്റ് എഴുതാൻ. അപ്പൊ എന്തായാലും നിലവിൽ ഇപ്പോഴത്തെ ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ 30 തന്നെയാണ്. പക്ഷേ there are high chances to reschedule that date. അപ്പോൾ ആ ഡേറ്റ് ഇനിയും റീഷെഡ്യൂൾ ചെയ്യാൻ അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പം ഇനി എന്തെങ്കിലും ഇതുപോലത്തുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അസൈൻമെന്റിന്റെ ഡേറ്റിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ നമ്മൾ സ്റ്റുഡൻസിനെ അറിയിക്കുന്നതായിരിക്കും കേട്ടോ. താങ്ക് യു സോ മച്ച്.